നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ സിൻസോ ജോസഫ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ കൂടെ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത് AutoCAD 3D ആണ്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതിൽ ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു ഡേയ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് AutoCAD 3Dയുടെ ഒരു ഇൻട്രൊഡക്ഷനും അതിൽ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടൂൾസുമാണ് ആദ്യം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് AutoCAD 2Dയുടെ ഒരു ഇൻ്റർഫേസിലാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു 2D ഇൻ്റർഫേസിൽ നിന്നും 3D ഇൻ്റർഫേസിലേക്ക് നമുക്ക് ഇത് സ്വിച്ച് ഓഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഈ ബോട്ടം റൈറ്റ് കോർണറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ 3D ബേസിക്സ് ഓർ 3D മോഡലിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മളിതിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറഞ്ഞ ഒരു 3D ഇൻ്റർഫേസിലേക്ക് നമ്മുടെ ടൂൾസും എല്ലാം ചേഞ്ച് ആയിട്ട് നമുക്കൊരു 3D റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് 3D മോഡലിങ്ങിനായിട്ടുള്ള കുറേ പാനൽസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മോഡലിങ്ങിനായിട്ടുള്ള കുറേ ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഹോം ടാബിൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നത് ഇവിടെ ഡ്രോ അല്ലെങ്കിൽ മോഡിഫൈ ഇങ്ങനെയുള്ള ഒരു കുറച്ച് ടൂൾസായിരുന്നു നമ്മളതിൽ കണ്ടിരുന്നത് നമ്മുടെ 2D ഇൻ്റർഫേസിലായിരുന്നപ്പോൾ. 3Dയിലേക്ക് വന്നപ്പോൾ നമുക്ക് മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൂൾസ് ഇവിടെ വരുന്നുണ്ട്, ഒരു പാനൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ ബേസിക് ഷേപ്സ് എങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാം, ഇതല്ലാതെ നമുക്ക് ഫർദർ മോഡലിംഗ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറേ ടൂൾസൊക്കെയാണ് ഇതിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്കിതിൽ മെഷസ് എങ്ങനെ നമുക്ക് മോഡൽ ചെയ്യാം. ദെൻ വൺസ് നമ്മളൊരു സോളിഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോളിഡ് നമുക്ക് തന്നെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂൾസൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സോളിഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സോളിഡ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടൂൾസും ഇതിൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ബേസിക് ഷേപ്സ് സോളിഡിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട സോളിഡിൻ്റെ ടൂൾസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് സോളിഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള മാത്രമാണ് വരുന്നത്. ഇതുപോലെ തന്നെ സർഫസ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് വേണമെങ്കിൽ നമുക്കിവിടെ ടാബ് നമ്മൾ സർഫസ് ആക്കിയാൽ മതി. മെഷ് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് മെഷ് എന്നുള്ളൊരു ടാബ് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ, ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് അതിന് നമുക്കൊരു മെറ്റീരിയൽ കൊടുത്ത് വിത്ത് ആ ഒരു മെറ്റീരിയൽ അപ്പിയറൻസ് വേണോ, അതല്ലെങ്കിൽ നമുക്ക് തന്നെ വയർ ഫ്രെയിം ആയിട്ട് വിഷ്വലൈസ് ചെയ്യണോ, അല്ലെങ്കിൽ ഷെയ്ഡഡ് മോഡിലാണോ വിഷ്വലൈസ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയുള്ള മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു 5 ടാബാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറേ പാനൽസുമാണ് നമുക്ക് ഈ പറഞ്ഞ AutoCAD 3Dയിൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടി വരാം. അപ്പോൾ ഞാനൊരു 2D ട്യൂട്ടോറിയലിൽ ഞാൻ പറഞ്ഞിരുന്നു നോർമലി നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ടോപ്പ് വ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് നിൽക്കുന്നത് കണ്ടോ XYZ നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് 3Dയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട്, ദാറ്റ് മീൻസ് നമുക്കതിനൊരു ഐസോമെട്രിക് വ്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു വ്യൂ ക്യൂബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വ്യൂ ക്യൂബ് കിട്ടും. ഇപ്പോൾ വ്യൂ ക്യൂബിൽ നിങ്ങൾ ഇവിടെ ഹോം എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണും. ആ ഹോമിൽ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് നമുക്കിപ്പോൾ ഒരു സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന് പറഞ്ഞൊരു വ്യൂ നമുക്കിവിടെ കിട്ടും. കേട്ടോ, ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ കാണാം, ഇതാണ് നമ്മുടെ സൗത്ത് അല്ലേ. അതുപോലെ തന്നെ ഇത് നോർത്ത്, ദെൻ ഈസ്റ്റ്, വെസ്റ്റ്. ഇനി നമുക്ക് ടോപ്പ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടോ, ഈ വ്യൂ ക്യൂബിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ടോപ്പ് വ്യൂ ആവും. നമുക്ക് ഫ്രണ്ട് വേണമെങ്കിൽ കണ്ടോ, ഈ ഒരു ആരോയിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ടായി. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഫ്രണ്ട് എന്നുള്ള റൈറ്റ് ആക്കണമെങ്കിൽ റൈറ്റ് ആക്കാം. അതല്ല ഒന്നുകൂടി നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് വ്യൂ കിട്ടി. അഗെയിൻ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് വ്യൂ കിട്ടി. വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോമിൽ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നേരത്തെ നമ്മൾ ചെയ്ത അതേ വ്യൂവിലേക്ക് തന്നെ നമുക്ക് വരും. ദാറ്റ് മീൻസ് ഇത് ഐസോമെട്രിക് വ്യൂവിലേക്ക് മാറി. ദാറ്റ് മീൻസ് നമ്മുടെ X ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് ആയിട്ടുണ്ട്, സെയിം തന്നെ നമ്മുടെ Y ഡയറക്ഷൻ, അഗെയിൻ Z ഡയറക്ഷൻ. ഇപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് നമ്മൾ മോഡൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ 3D ആയിട്ട് തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതല്ലാതെ നമ്മളിപ്പോൾ ടോപ്പ് വ്യൂവിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് മാത്രമേ വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, 3D ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ 3D ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂവിലേക്ക് നമ്മളിതിനെ ചേഞ്ച് ചെയ്യണം. ഇതല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം ടാബിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വ്യൂസ് ഉണ്ടോ, ഈ വ്യൂ എന്ന് പറഞ്ഞൊരു ടാബിൽ നമുക്കിവിടെ അൺസേവ്ഡ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു 3 വ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തോഗ്രാഫിക് വ്യൂസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ടോപ്പ് ഓർ ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ്, ദെൻ ഫ്രണ്ട്, ബാക്ക്, ഇങ്ങനെ 6 ഓർത്തോഗ്രാഫിക് വ്യൂസാണ് നമുക്ക് ആദ്യം കാണുന്നത്. അതിനുശേഷം വരുന്ന വ്യൂസാണ് നമ്മുടെ ഈ പറഞ്ഞ ഐസോമെട്രിക് വ്യൂസ് എന്ന് പറയുന്നത്. AutoCADൽ നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് വരുന്നുണ്ട് ഇവിടെ. SW ഐസോമെട്രിക് മീൻസ് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്, ദെൻ SE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഐസോമെട്രിക്, NE മീൻസ് നോർത്ത് ഈസ്റ്റ് ഐസോമെട്രിക്, ദെൻ നോർത്ത് വെസ്റ്റ് ഐസോമെട്രിക്. ഇപ്പോൾ നമുക്കിത് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ്, ഇപ്പോൾ നോർമലി ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് വരുന്നത് സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക്കിലായിരിക്കും നിൽക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സൗത്ത് ഈസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിലും മാറ്റാം. കണ്ടോ, അതനുസരിച്ച് നമ്മുടെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇവിടെ. Xൻ്റെയും Yൻ്റെയും ഡയറക്ഷൻസ് ഇങ്ങനെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നോർത്ത് ഈസ്റ്റ് ആക്കാം. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോർത്ത് വെസ്റ്റ് ആക്കുക. അത് നമ്മൾ നോക്കുന്ന ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് നോക്കുന്നു ആ ഒരു ഡയറക്ഷൻ അനുസരിച്ചുള്ള ഒരു 3D നമുക്ക് കിട്ടും. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നമുക്ക് എപ്പോഴും വരുന്നത് ഇവിടെ സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ AutoCAD 3Dയിൽ നമുക്ക് മെയിനായിട്ട് ഒരു 4 ടൈപ്പ് മോഡലിംഗ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്ന ഒരു മോഡലിംഗ് പറയുന്നതാണ് വയർ ഫ്രെയിം മോഡലിംഗ് എന്ന് പറയും. രണ്ടാമത് വരുന്നത് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൂടെ ടൂളിൽ കാണാം, സോളിഡ് മോഡലിംഗ്. പിന്നെ വരുന്നതാണ് സർഫസ് മോഡലിംഗ്. ദെൻ ലാസ്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷ് മോഡലിംഗ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു 4 ടൈപ്പ് മോഡലിംഗ് ആണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ഒരു വയർ ഫ്രെയിം മോഡൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വയർ ഫ്രെയിം മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മളൊരു ബോക്സ് നമ്മൾ മോഡൽ ചെയ്യുകയാണെങ്കിൽ ആ ബോക്സിൻ്റെ എഡ്ജസ് മാത്രം ഉണ്ടായിരിക്കുള്ളൂ, വിസിബിൾ ആവുള്ളൂ. അതല്ലെങ്കിൽ എഡ്ജസ് മാത്രമേ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നുള്ളൂ, മോഡൽ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ അതിന് നമ്മളൊന്ന് കവർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ ബോക്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വയർ ഫ്രെയിം മോഡലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ബോക്സിൻ്റെ വയർ ഫ്രെയിമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ബേസിൽ എനിക്കൊരു 50, അതുപോലെ തന്നെ 30, അതാണ് എനിക്ക് എൻ്റെ ഒരു ബേസ് ഡയമെൻഷൻ വരുന്നത്. ദെൻ അതിൻ്റെ ഒരു ഹൈറ്റ് വന്നിട്ട് എനിക്കൊരു 60 വേണമെന്ന് വെച്ചോളൂ. അപ്പോൾ ബേസ് ഞാനൊരു റെക്റ്റാങ്കിൾ ഇവിടെ എടുക്കുകയാണ്. ഫസ്റ്റ് റെക്റ്റാങ്കിൾ എടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു 50, 30 ആണ് നമ്മൾ പറഞ്ഞത്. ദാറ്റ് മീൻസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഫസ്റ്റ് പിക്ക് ചെയ്തു. നമുക്കിവിടെ വിത്ത് ഡയമെൻഷൻസ് നമ്മൾ എക്സിൽ ഞാനിവിടെ ഒരു 60 കൊടുത്തു. അഗെയിൻ വൈയിൽ നമുക്കിവിടെ ഒരു 30 കൊടുത്തു. ദെൻ ജസ്റ്റ് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ സ്കെച്ച് ചെയ്തു. ഇനി ഞാൻ പറഞ്ഞത് സെഡിൽ എനിക്ക് വേണ്ടത് ഒരു 60 ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ലൈൻ എടുത്തു. ലൈൻ എടുത്തിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ ഈ ഒരു ഡയറക്ഷൻ കൊടുത്തു, ഒരു 60 എൻ്റർ ചെയ്യുന്ന വെച്ചോളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വിചാരിക്കും ഇത് സെഡ് ഡയറക്ഷനിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്ന്, അല്ലേ? പക്ഷേ ഇതൊരിക്കലും സെഡ് ഡയറക്ഷനിലല്ല. ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഞാനതൊന്ന് കാണിച്ചു തരാം. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓർബിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഓർബിറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓർബിറ്റ് ഉണ്ട്, ഫ്രീ ഓർബിറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഓർബിറ്റ് ഉണ്ട്. ജസ്റ്റ് ഇതിൽ ഓർബിറ്റ് എടുത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓർബിറ്റ് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നമുക്കൊരു ആർക്ക് ബോൾ പോലെ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഈ ഓർബിറ്റ് വർക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ക്ലിക്ക്, അല്ലേ, ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം, ദെൻ ഹോൾഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് മൗസ് മൂവ് ചെയ്യുക. അപ്പോൾ നോക്കിയേ കണ്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ആ ലൈൻ പോയിരിക്കുന്നത് സെഡിലേക്കല്ല, XY പ്ലെയിനിൽ തന്നെയാണ്. ഇനി കൂടുതൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് വീണ്ടും നമ്മൾ ഹോം വ്യൂവിലാക്കി ഇത് നമ്മളിതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എടുത്താൽ നമുക്ക് കാണുന്നത് എന്തായിരിക്കും, ഈ ഒരു ലൈനും കാണണം, ഈ ഒരു എഡ്ജും കാണും, സെയിം ടൈം ഈ ഒരു ലൈനും കാണണം, അല്ലേ? അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ലൈൻ കിടക്കുന്നുണ്ടോ, അത് കിടക്കുന്നത് XY പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ 3D ഒബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ എടുക്കുക, നമ്മൾ ഈ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ഓർത്തോ ഓൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഓർത്തോ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ 3 ആക്സിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഓർത്തോ ഈ ഒരു ഡയറക്ഷനിലാണ് പോകുന്നത്, എക്സിൽ പോകുന്നു, വൈയിൽ പോകുന്നു, ഇനി സെഡ് വേണമെങ്കിൽ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് നോക്കുമ്പോൾ അവിടെ പ്ലസ് സെഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. അതനുസരിച്ച് താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ മൈനസ് സെഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെഡ് എന്നുള്ളത് കണ്ടാൽ മാത്രമേ അത് സെഡിലേക്ക് ക്രിയേറ്റ് ആവുന്നുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ ഓർത്തോ ഓഫ് ചെയ്യുമെന്ന് വെച്ചോളൂ, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷേ ഒരിക്കലും ഇത് സെഡ് ഡയറക്ഷനിലേക്കല്ല, ഇത് XY പ്ലെയിനിൽ തന്നെയാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഓർത്തോ ഓൺ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡയറക്ഷൻ കൊടുക്കുക, ദെൻ ഡിസ്റ്റൻസ് എൻ്റർ ചെയ്യുക. അപ്പോൾ എനിക്ക് വേണ്ടത് 60 ആണ്, ഞാൻ 60 എൻ്റർ ചെയ്തു. ഇനി വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഓരോ കോപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ കോർണറിലേക്കും പ്ലേസ് ചെയ്യാം. ഞാൻ കോപ്പി CO എൻ്റർ ചെയ്തു. അതിനുശേഷം ഇതാ ഈ കോർണർ ടു ഞാനിതിൻ്റെ ഈ ഒരു കോർണറിൽ പ്ലേസ് ചെയ്തു, അഗൈൻ ഈ കോർണറിൽ പ്ലേസ് ചെയ്തു, ഈ കോർണറിൽ പ്ലേസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഫർദർ ഞാനൊരു കോപ്പി എടുത്തു, അഗൈൻ ഇതിൻ്റെ ഈ കോർണർ ടു ഞാൻ ഈ ഒരു കോർണറിലേക്ക് പ്ലേസ് ചെയ്തു, ദെൻ എൻ്റർ ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ വീണ്ടും ഓർബിറ്റ് എടുത്തിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമുക്കിത് 3D തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു വയേഴ്സ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു വയർ ഫ്രെയിം മോഡൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ ഒരു V ഷേപ്പ് ഒരു കട്ട് കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നും കൂടി വേണമെങ്കിൽ നമ്മുടെ വ്യൂ അനുസരിച്ച് വേണമെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നിർത്താം. അതിനുശേഷം വീണ്ടും ഞാനൊരു ലൈൻ എടുത്തു. ആദ്യം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഡെപ്താണ്. അപ്പോൾ അത് എപ്പോഴും നിങ്ങൾ ഓർത്തോ ഓൺ ചെയ്ത് തന്നെ ചെയ്യണം. എനിക്കിപ്പോൾ ഒരു 20 ഡെപ്താണ് വേണ്ടെങ്കിൽ 20 ഡെപ്ത് വേണം.
ഇനി ഇവിടെ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങോട്ടേക്ക് എനിക്ക് വേണ്ടത് ഒരു 25 or 30 ആണെങ്കിൽ ആ ഒരു ലൈൻ തൽക്കാലം നിങ്ങൾ ഇവിടെ ഓർത്ത് ഓൺ ചെയ്തിട്ട് ഈ ഒരു ഡയറക്ഷനിൽ വരയ്ക്കുക. അപ്പോൾ 25 ആണെങ്കിൽ 25 വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇതിനെ ഒന്ന് മൂവ് ചെയ്യാം. ഈ മിഡ് പോയിൻ്റ് ടു ഇതിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ മുകളിലത്തെ റെക്റ്റാങ്കിൾ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ചേഞ്ച് ചെയ്യണമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അഗെയിൻ ഇതിൻ്റെ ലാസ്റ്റത്തെ ഈ എൻ പോയിന്റിൽ പിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. then ഇതിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുത്താൽ മതി. സോ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ദെൻ ഇതിനെ നമ്മൾ ഇതിൻ്റെ അതർ സൈഡിലേക്ക്, ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളിതിനെ പ്ലേസ് ചെയ്തു. ദെൻ 2 ലൈൻസ് വെച്ചിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഒരു ലൈൻ വരച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു കോപ്പി ഇടുക. സോ CO കോപ്പി എടുത്തു. ദെൻ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഒരു ബേസ് പോയിൻ്റ് നമ്മൾ കൊടുത്തു. ദെൻ ഇതിനെ എല്ലാ പോയിൻറ്റിലേക്കും നമ്മൾ എല്ലാ കോർണറിലേക്കും കണ്ടോ. അപ്പോൾ നമുക്ക് വേണ്ടതെന്താണ്, ഒന്ന് ഈ ഒരു പോയിൻറ്റിലാണ്, അതുപോലെ തന്നെ ഒന്ന് ഈ ഒരു പോയിൻറ്റിലാണ്. ദെൻ ഇത്രയും പോയിൻറ്റ്സിലേക്ക് നമ്മളിതിനെ കോപ്പി ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സ്കെച്ച് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ 2Dയിൽ നിങ്ങളൊരു ഐസോമെട്രിക് സ്നാപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐസോമെട്രിക് സ്നാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും 3D അല്ല. നമുക്ക് 2Dയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് 3D പോലെ ആ ഒരു ഫീൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും 3D അല്ല, അത് XY പ്ലെയിനിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് എക്സാക്ട്ലി നമുക്ക് വന്നിരിക്കുന്നത് ഒരു 3Dയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇതിന് Xലും Yലും അതുപോലെ തന്നെ Zലും നമ്മൾ ഒബ്ജക്ട്സ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിനെ ഓർബിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് കീ ഉണ്ട്. നമുക്ക് ഷിഫ്റ്റ് ദെൻ സ്ക്രോൾ പ്രസ് ചെയ്യാം. പ്രസ് ആൻഡ് ഹോൾഡ് ഉണ്ടോ. ഷിഫ്റ്റ് റിലീസ് ചെയ്യരുത്, സ്ക്രോളും റിലീസ് ചെയ്യരുത്, രണ്ടും പ്രസ് ആൻഡ് ഹോൾഡ്. ഓക്കെ, അതിനുശേഷം മൗസ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓർബിറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓർബിറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. പാൻ ചെയ്യാനായിട്ട് നമ്മൾ സ്ക്രോൾ പ്രസ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ പോലെ സ്ക്രോൾ പ്രസ് ചെയ്യുക, ദെൻ ഷിഫ്റ്റും കൂടിയും പ്രസ് ആൻഡ് ഹോൾഡ്, ഇത് രണ്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഓർബിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ഒരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ എന്താ പറയുക ഇതിലേക്ക് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ നമ്മളൊരു വയർ ഫ്രെയിം മോഡലിംഗ് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമേ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ 1-2 എക്സസൈസ് ഇതിന് ഫോളോ ചെയ്തിട്ട് ഞാനൊരു വീഡിയോ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ 1 by 1 ആയിട്ട് ഓരോ വീഡിയോസ് നിങ്ങൾ കാണണം, എന്നാലാണ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുള്ളൂ 3Dൻ്റെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ തന്നെ എന്താ പറയുക ഒരു സർഫസ് മോഡലിംഗ് അല്ലെങ്കിൽ സോളിഡ് മോഡലിംഗ് നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ദെൻ നിങ്ങളത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ 3Dയുടെ നമ്മൾ കുറച്ച് ലിമിറ്റഡ് എന്താ പറയുക വീഡിയോസ് മാത്രമായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുള്ളൂ. പിന്നെയുള്ള നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.